ഇന്നത്തെ റിപ്പിൾ സ്പേസ് ടൈമിന്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് SR150ന്റെ എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂവിൽ വെച്ചാണ്. എൻ്റെ കഴിഞ്ഞ 10 മന്ത്സിലെ പേഴ്സണൽ ഓണർഷിപ്പിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ജനുവരിയിൽ എനിക്ക് കയ്യിൽ കിട്ടി, ഞാൻ അന്ന് മുതൽ ഓടിച്ചു തുടങ്ങിയ വണ്ടിയാണ്. ഇത് ഇന്നിപ്പോൾ ഓടോ 8962 ആണ് കവർ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഈ വണ്ടി എടുക്കാൻ ഉടനെ താല്പര്യപ്പെടുന്നവരൊക്കെ മെയിനായിട്ട് ഈ വീഡിയോ കാണണം. കാരണം അവർക്കൊക്കെയാണ് ഇത് മെയിനായിട്ട് യൂസ്ഫുൾ വരുന്നത്. ഞാൻ മെയിനായിട്ട് ഇതിന്റെ പ്രോസിനെയും കാട്ടിലും കോൺസിന് ഒരു എംഫസിസ് കൊടുത്തായിരിക്കും മിക്കവാറും ഈ വീഡിയോ ചെയ്യുന്നത്. അത് കാരണം വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർ പ്രോസിനെയും കാട്ടിലും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് കോൺസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഈ വീഡിയോ എടുക്കുന്നത്. അല്ലാണ്ട് എനിക്ക് പേഴ്സണലി ഈ വണ്ടി ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ എനിക്ക് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയല്ല. വണ്ടി ആള് മുത്താണ്. സംഭവം വരുന്നത് 11 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് 5000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ 10.4 BHPയും 7400 RPM ആശാൻ തരും. സംഭവം 120 km/h ആണ് ഇതിന്റെ ഓഡോമീറ്ററിൽ കാണിക്കുന്നത്. സംഭവം ഇതിൽ 120 km വരെയും പോവും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പക്ഷെ ഇതെല്ലാം നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹൈവേ പോലത്തെ റോഡ് തന്നെ വേണം. കാരണം ഇതിന്റെ സസ്പെൻഷൻ നല്ല പോലത്തെ സ്റ്റിഫാണ്. നല്ല സ്റ്റിഫ് സസ്പെൻഷൻ ആയതുകൊണ്ട് ഹൈവേയിൽ നമുക്ക് ക്രൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. നല്ലപോലെ നമുക്ക് ടോപ്പ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ സ്റ്റിഫ് സസ്പെൻഷൻ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത് നമുക്കൊരു കോൺഫിഡൻസ് തരത്തേ ഉള്ളൂ. എത്രമാത്രം നമ്മൾ സ്പീഡിൽ പോയാലും നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് തരും. പക്ഷെ നമ്മൾ എന്നും ട്രാവൽ ചെയ്യുന്ന റോഡ് അങ്ങനെയല്ല. എപ്പോഴും കുഴിയും ഗട്ടറും മാത്രം എല്ലായിടത്തും ഉള്ള അങ്ങനത്തെ റോഡിൽ കൂടെ ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് പ്രതീക്ഷയാണോ എടുത്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഈ വണ്ടി ബിഹേവ് ചെയ്യുന്നത്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 8000 കഴിഞ്ഞു, 9000 ആവാറായി. ഇപ്പോൾ ആദ്യമായിട്ട് ഇതിന്റെ ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ കാണാം ഓയിൽ സീല് പൊട്ടിയൊക്കെയാണ്. ഓയിൽ സീല് ലീക്കായിട്ട് ഇവിടെ മുഴുവൻ നമുക്ക് കരി കാണാൻ പറ്റും. ഓയിൽ സീല് പൊട്ടാനുള്ള മെയിൻ കാരണം നമ്മളിവിടുത്തെ റോഡ് തന്നെയാണ്. അത് ഒട്ടും ഒരു ഫിനിഷുള്ള റോഡല്ല നമുക്കിവിടെ ഉള്ളത്. ഫുൾ പോട്ടോൾസ് ആണ്. അതിലെല്ലാം ഈ റിജിഡ് ആയിട്ടുള്ള സസ്പെൻഷൻ കാരണം ഇടിച്ചിടിച്ച് പോകുമ്പോഴത്തേക്കും അത് എന്തായാലും ഒരു 8500 ആകുമ്പോൾ പൊട്ടും എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. അത് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്കത് മാറ്റി വെക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നാലും ആ സ്റ്റിഫ് സസ്പെൻഷൻ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അത് താല്പര്യം ഇല്ലാത്ത ആൾക്കാർ ഒരിക്കലും ഈ വണ്ടി എടുക്കരുത്. കാരണം ഇതൊരു റേസിംഗ് ടൈപ്പ് നമുക്ക് ഓടിക്കാൻ അങ്ങനത്തെ ഒരു DNA ആണ് വണ്ടി എപ്പോഴും തരുന്നത്. പിന്നെ ഇതിന്റെ ഒരു കോൺസ് പറയുന്നത് ഇവന്റെ കോണും ബോളും ഈ സ്റ്റിഫ് സസ്പെൻഷനിൽ കൂടെ തന്നെ ഓടി അതിന്റെ എന്റെ കോണും ബോളും കുറച്ച് ലൂസായിട്ടുണ്ട്. ഇപ്പം ഫോർക്ക് അതിനനുസരിച്ച് അവിടുത്തെ ഓയിൽ സീലിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഇപ്പൊ സസ്പെൻഷൻ കുറച്ചധികം പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത സർവീസ് ഉടനെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ മെയിൻ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ പാർട്സിനെ പറ്റിയാണ്. ഇവിടെ 2 മിറർ ഉണ്ടായിരുന്നു. അതിൽ ഒരു മിറർ ജസ്റ്റ് ഒന്ന് തിരിക്കാൻ വേണ്ടി കൈ കൊണ്ട് തൊട്ടപ്പോഴത്തേക്ക് അതങ്ങ് പൊട്ടിപ്പോയി. അങ്ങനെ ഞാൻ മറ്റേതും അങ്ങ് ഊരി വെച്ചിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് മാറ്റാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ രണ്ടും അങ്ങ് ഊരി വെച്ചേക്കുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ള ഇതിന്റെ ഹോണാണ്. ഹോണ് ഞാനിതിപ്പോൾ 2ാമത്തെ ഹോണാണ് കാണാം. അതിന് മുമ്പ് എനിക്കിത് പറയാനുണ്ട്. ഇവിടുത്തെ കീ കയറുമ്പോഴത്തേക്കും അതിനും ഒരു പ്രശ്നമുണ്ട്. വാങ്ങിച്ചപ്പോൾ മുതൽ തന്നെ അത് ഭയങ്കര ഒരു ഫ്രീ ആയിട്ട് ഇത് കയറത്തില്ല. പിന്നെ ഇവിടുത്തെ ഹോണ് നമ്മൾ ഞെക്കിയാൽ തന്നെ അതിങ്ങനെ ഞെങ്ങിയിരിക്കുകയാണ്. അതിന്റെ സ്പ്രിങ് 2ാമത്തെ വട്ടമാണ് ഇത് സംഭവിക്കുന്നത്. ഞെക്കിക്കഴിഞ്ഞാൽ അത് സ്റ്റക്കായിരിക്കും. ആ സ്പ്രിങ്ങിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. പിന്നെ ഞാൻ ഇതിൽ കഴിഞ്ഞ ഫ്ലഡിന്റെ സമയത്താണ് ഇതിന്റെ വല്ലാത്തൊരു എനിക്ക് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഏകദേശം ഈ ഒരു അളവ് വെള്ളത്തിൽ കൂടെ പോയപ്പോഴത്തേക്കും ഈ ഫ്ലൈ വീലിന്റെ അകത്ത് വെള്ളം കയറിയപ്പോൾ ഇത്രയും 150cc ഉള്ള വണ്ടിയായിട്ട് പോലും ഈ ഫ്ലൈ വീലിന് ആ വെള്ളത്തിനെ പ്രൊപ്പല് ചെയ്ത് വണ്ടീനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. വണ്ടി എല്ലാം കൂടെ അങ്ങ് സ്റ്റക്കായി നിന്നുപോയി ക്ലച്ച് ബേൺ ആവുന്ന ആ സ്മെല്ല് വരികയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അത് ക്ലച്ചിന്റെ തന്നെ ഒരു പ്രശ്നമായിട്ട് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. 8000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി എനിക്ക് മെയിനായിട്ട് തോന്നിയ വേറൊരു കാര്യം ഇതിന്റെ ക്ലച്ചിന്റെ കാര്യമാണ്. ഇപ്പോൾ ടയറും രണ്ടും ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ഈ ടയറിൻ്റെതും സസ്പെൻഷനും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ മൊത്തത്തിൽ ഇതിന്റെ സസ്പെൻഷന്റെ കാര്യം ആണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. എപ്പോഴും ഒരു റിജിഡ് ആയിട്ടുള്ള സസ്പെൻഷനാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പഴയ എടുത്തപ്പോഴത്തേക്കുള്ള കംഫർട്ട് എല്ലാം അങ്ങ് ആകപ്പാടങ്ങ് മാറി. പിന്നെ മൈലേജിനെ പറ്റി
അതാണ് എല്ലാവരുടെയും ഇപ്പോഴത്തെ കൺസേൺ. പെട്രോളിന്റെ വില ഇപ്പം 85 അതിന് 100 ആവുമോ 110 ആവുമോ എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ ഇതിന് മൈലേജ് പറയുന്നത് സ്റ്റാൻഡ്. അപ്പോ മൈലേജിന്റെ കാര്യം കമ്പനി പറയുന്നത് 1 ലിറ്ററിന് 37 ആണ്. പക്ഷെ ഞാൻ ഇപ്പം 100 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 32 കിലോമീറ്റർ പോകും. അതാണ് എനിക്കിപ്പോൾ എൻ്റെ പേഴ്സണൽ യൂസിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ എക്കണോമിക്കലായിട്ടൊന്നും പോകുന്ന മനുഷ്യനൊന്നുമല്ല. സേഫ്റ്റി എപ്പോഴും കൺസേൺ ആണ്. ഹെൽമെറ്റ് വെച്ച് എപ്പോഴും യാത്ര ചെയ്യാറുള്ളൂ. അതിൻ്റെ ഇടയിൽ പറ്റുമ്പോഴെല്ലാം മാക്സിമം ഫുൾ ത്രോട്ടിൽ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് വണ്ടി ഏകദേശം ഈ രീതിയിൽ ഇരിക്കുന്നത്. മാറി മാറി പല ആൾക്കാർ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടീൻ്റെ ഇനി അടുത്ത ഏറ്റവും കൂടിയുള്ള പ്രോസുകൾ പറയാം. പ്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിറ്റിക്കകത്ത് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. നമുക്കൊരു പോയിന്റ് ടു പോയിന്റ് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈസി ആയിട്ട് ആ പോയിന്റിൽ എത്തിക്കും. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. 150cc നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ആ പവർ ഡെലിവറി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാ RPMത്തിലും നമുക്ക് വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ പവർ തന്നുകൊണ്ടിരിക്കും. നമ്മൾ ത്രോട്ടിലിൽ ഒരു പൊസിഷനിൽ പോലും നമുക്ക് ലാഗ് ഫീൽ ചെയ്യത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ പവർ ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വണ്ടീന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ വണ്ടിയുടെ ശബ്ദം, ആദ്യം ഇനി ഒരു ഫിൽറ്ററും കൂടെ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊളിക്കും. ഇനി അടുത്തത് ഇതിന്റെ ഒരു മോഡിഫിക്കേഷൻ എന്നല്ല, ഇതിനെ എന്താണ് കുറച്ചും കൂടി അപ്പീലിംഗ് ആക്കാൻ വേണ്ടിയായിട്ട് ഞാൻ അടുത്തത് പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ അകത്തൊരു കേൻ്റെങ്കിലും ഒരു കോൺ ഫിൽറ്റർ വെക്കണമെന്നുള്ളതാണ്. അത് മൈലേജിന് എന്തുമാത്രം ബാധിക്കുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അതിന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് അതൊരു വല്ലാത്ത കൺസേൺ ആണ്. കാരണം ഇവിടെയും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടത്തെയും ഈ ലോക്കിന്റെ മെക്കാനിസം ഒക്കെ കുറച്ച് സ്റ്റിഫാണ്. അതൊക്കെ കുറച്ച് പ്രശ്നമാണ്. ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റത്തില്ല. ഹാഫ് ഹെൽമെറ്റ് നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത് നമുക്ക് ഇവിടെ ഒരു ചാർജിങ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അത് വല്ലാത്തൊരു അഡ്വാൻറ്റേജ് ആണ്. എനിക്ക് എപ്പോഴും അത് യൂസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ എന്റെ ഫോണ് പലപ്പോഴും ഓഫ് ആകുമ്പോഴത്തേക്കും ഒക്കെ എന്നെ ചാർജ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്. പിന്നെ പറയാനുള്ളത്, വണ്ടിയുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കുറച്ച് പ്രിമിറ്റീവാണ്. ഡിജിറ്റലായിട്ട് നമുക്കൊന്നും കാണാൻ കഴിയത്തില്ല. എല്ലാം പക്ക അനലോഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് വണ്ടി കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടിയിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ബ്രേക്ക് ഉള്ളൂ. ബാക്കിലും കൂടി ഡിസ്ക് ബ്രേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു എൻ്റെ ബ്രേക്കിംഗ് എക്സ്പീരിയൻസിൽ. കാരണം വണ്ടി അത്രമാത്രം പവർഫുൾ ആണ്. അപ്പോൾ അത് ആ സ്റ്റോപ്പിങ്ങിന് നമുക്ക് അതിൻ്റെതായ പവർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സേഫ്റ്റി നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. പക്ഷെ വണ്ടി എന്തുകൊണ്ടോ ഡ്രം ബ്രേക്ക് ആണെങ്കിലും നമുക്ക് അതിന്റെ സേഫ്റ്റി കിട്ടുന്നുണ്ട്. അത് വല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ആണ് വണ്ടിയുടെ. പിന്നെ പറയാനുള്ളത് ഇതിന്റെ ലൈറ്റ്സിനെ പറ്റിയാണ്. ഇതിന്റെ ലൈറ്റ്സ് നമുക്ക് 2 ലൈറ്റ്സും ഒരേ സമയത്ത് ഓണായി സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലാഷ് ലൈറ്റ് ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ 2 ലൈറ്റ് നമുക്ക് ഒരേ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ സമയത്ത് ബ്രൈറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും, ഡിം ഇടുകയാണെന്നുണ്ടെങ്കിൽ വേറൊന്നും. അതൊട്ടും ബ്രൈറ്റ് ആയിട്ടുള്ള സംഭവമല്ല. അതിൻ്റെ കൂടെ ഒരു HID ലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോപ്പർ ഇലൂമിനേഷൻ നമുക്ക് ഏതൊരു അറ്റ്മോസ്ഫിയറിലും നമുക്ക് പോകുമ്പോഴത്തേക്ക് നൈറ്റ് ഡ്രൈവിങ്ങിനൊക്കെ സേഫ്റ്റി ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും വേറൊരു ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ് വെച്ച് തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് ഈ വണ്ടിയിൽ ചെയ്യാൻ അടുത്തായിട്ട് എന്തായാലും ഞാൻ സർവീസിന് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് എടുക്കുന്ന വീഡിയോ ആണിത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടിയുടെ പേഴ്സണലായിട്ടുള്ള എന്തൊക്കെ ഡിഫക്ട്സ് എന്നുള്ളതിനെ പറ്റി മെയിനായിട്ട് പറഞ്ഞത്. കാരണം ഇതെല്ലാം റെക്ടിഫൈ ചെയ്ത് ഏതുവരെ എക്സ്റ്റെൻറ്റിൽ നമുക്ക് കിട്ടുമെന്നുള്ളത് എനിക്ക് ഈ ഒരു 3 ഡേയ്സിനകത്ത് അറിയാൻ പറ്റും. എന്നിട്ട് ഞാൻ ഷുവറായിട്ടും അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഞാൻ അതിൽ എന്താണ് എനിക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ സർവീസിന് ശേഷം എനിക്കിതിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഞാൻ അതിൽ എൻ്റെ സ്റ്റോറി ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ പേജ് ഫോളോ ചെയ്യുക. ഞാൻ മാക്സിമം നിങ്ങളെ എന്റർടൈൻ ചെയ്യാനും അതേസമയത്ത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ന്യൂ ഐഡിയാസ് ആയിട്ട് വരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. കീപ് സപ്പോർട്ടിങ്. സൈനിങ് ഔട്ട്. ശിവ. പീസ് ഔട്ട്.